മക്കളെ നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവുകയാണ്, ഇത്ര മണിക്ക് ഞാൻ സമാധിയാവും എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ അവിടെ നിന്ന് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല. ഞാൻ സമാധിയാകുന്ന ജീവസമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂര, അനാഗതം, വിശുദ്ധി എന്ന 6 ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലിനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ്, ചൈതന്യം വേറുന്ന സമയമാണ്. ആ സമയം മക്കളെ ആരും കാണാൻ പാടില്ല. നീ തന്നെ എന്റെ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് അച്ഛന്റെ ആജ്ഞയാണത്. ആ സമയം പാടില്ല, ആ ബ്രാഹ്മ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല, ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. അതെല്ലാം ഞാൻ ചെയ്തു. അപ്പം ആ സമാധിയിൽ അച്ഛൻ ചെന്ന് മൈലാടിയിൽ നിന്ന്, അതായത് 5 വർഷത്തിന് മുമ്പ് അച്ഛൻ മൈലാടിയിൽ നിന്ന് ഈ പത്മപീഠക്കല്ല്, അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കല്ലും വൈരിടാനുള്ള ദിളക്കല്ലെല്ലാം അച്ഛൻ ഓർഡർ ചെയ്ത് 5 കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ്. പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ്. ആ പീഠത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ട് അച്ഛന്റെ ആ യോഗ കലകളെല്ലാം, ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗത ചക്രത്തിലും ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും. അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ്. ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല. ഞാൻ ചെയ്തത് തെറ്റല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ഇത് നാട്ടുകാർ പറയുന്നത് അതല്ല, നാട്ടുകാർക്ക് ഇത് കൊടുക്കാത്തല്ല. അപ്പൊ ആ സമയത്ത് എന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 11:30 മണിയായപ്പോൾ എന്റെ അച്ഛൻ വ്യാഴാഴ്ച കാലത്ത് 11:30 മണിയായപ്പോൾ ചടങ്ങുകളെല്ലാം സമാധിയായി.